12,000 വേക്കൻസിയോടുകൂടി ഈ വർഷത്തെ SSC CGL എക്സാം നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ മുൻ വർഷത്തിന് വിപരീതമായി ഈ വർഷം ചെറിയൊരു മാറ്റം SSC CGL എക്സാമിന് വന്നിട്ടുണ്ട്. ഓൾറെഡി SSC CGL എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിന് മനസ്സിലായി കാണും എന്താണ് സെക്ഷണൽ ടൈമർ. സെക്ഷണൽ ടൈമർ SSC CGL എക്സാമിനും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. മുമ്പേ SSC എക്സാംസ് ആയ കുറച്ച് എക്സാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ CGL എക്സാമിന് ആദ്യമായിട്ടാണ് ഈ ഒരു സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷണൽ ടൈമർ വന്നതോടുകൂടി ഈ ഒരു SSC CGL എക്സാമിന് ഏത് രീതിയിലുള്ള മാറ്റമാണ് വരുന്നത്? പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഏത് രീതിയിലാണ് മാറ്റം വരുന്നത്? ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു മാറ്റത്തിനെ അഡാപ്റ്റ് ചെയ്യേണ്ടത്? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പിരൻസും പുതിയതായിട്ട് വന്ന പുതിയ ആസ്പിരൻസും ഏത് രീതിയിൽ ഇനി പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യണം? ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല. ഏകദേശം നാളെയാണ് SSC CGL, അതായത് ഈ മാസം 22-ാം തീയതിയാണ് SSC CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വിൻഡോ ക്ലോസ് ആവുക. അപ്പോൾ ഏത് രീതിയിലാണ് ഇനി അങ്ങോട്ട് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ ഒഴിവാക്കണം? എന്തൊക്കെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത് ഈ മാറ്റത്തിന് അഡാപ്റ്റ് ആവാൻ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലുടനീളം ഡിസ്കസ് ചെയ്യും. എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ആയിരിക്കുകയാണ്. ഇനിയുള്ള CGL എക്സാമിന് സെക്ഷണൽ ടൈമർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഏത് രീതിയിലാണ് ഈ ഒരു സെക്ഷണൽ ടൈമർ വന്നത്. അതായത് എത്ര സമയമാണ് നമുക്ക് ഈ ഒരു മാത്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെക്ഷന് കിട്ടുക? ആ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. നോക്കിയേ, ഏകദേശം 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ ആയിരിക്കും ഈ ഒരു എക്സാം ടോട്ടലി ഉള്ള ടൈം. ഈ ഒരു എക്സാമിന് മുഴുവനായിട്ടുള്ള ടൈം ഇതിനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 15 മിനിറ്റ്, റീസണിങ്ങിന് 15 മിനിറ്റ്, GKക്ക് 15 മിനിറ്റ്, അതേപോലെ ഇംഗ്ലീഷിനും 15 മിനിറ്റ്. ഇങ്ങനെ 4 ഈക്വൽ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഓരോ സെക്ഷനും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിന് മാറ്റമില്ല. 25 ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് ഓരോ സെക്ഷൻ ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എത്ര സമയമാണ് കിട്ടുക? 15 മിനിറ്റ് ആണ് നമുക്ക് ലഭിക്കുക. 15 മിനിറ്റ് മാത്രമായിരിക്കും ലഭിക്കുക. അപ്പോ നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി മുമ്പേ എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്? 1 മണിക്കൂറുള്ള എക്സാം, 60 മിനിറ്റുള്ള എക്സാം നമ്മൾ ചെയ്തു വരുമ്പോ എല്ലാ സെക്ഷനും കൂടെ 1 മണിക്കൂറാണ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് മാത്സിൽ നമുക്ക് ബാക്കിയുള്ള സെക്ഷനിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ടൈം നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴതില്ല. 14:59 അല്ലെങ്കിൽ 15 മിനിറ്റിൽ നിന്ന് നിങ്ങളുടെ ടൈമർ സെക്ഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യും. 0 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അടുത്ത സെക്ഷനിലേക്കാണ് എൻ്റർ ആവുക. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 0 സെക്കൻഡ്സ് ആവും, അല്ലെങ്കിൽ 0 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും. ഈ രീതിയിലാണ് ടൈമർ വർക്ക് ചെയ്യുക. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും അത് തന്നെയാണ്. ഏകദേശം 15 മിനിറ്റുകൾ താഴേക്ക് വന്ന് 0 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലേക്ക് പോകും. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു എത്ര സമയം ഒരു സെക്ഷൻ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇനി അത് സാധിക്കില്ല. മാൻഡേറ്ററി ആയിട്ട് 15 മിനിറ്റ്സ് പെർ സെക്ഷൻ മാത്രമായിരിക്കും എല്ലാവർക്കും കിട്ടുക, എല്ലാ സെക്ഷനും ലഭിക്കുക. തിരിച്ചു പോയി അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പഴയ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് എന്താ? ഓൾറെഡി മാത്സ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ റീസണിങ് ചെയ്ത് കഴിഞ്ഞു എങ്കിൽ അവസാനം കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് പോയി റീസണിങ് ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യാം. ചെയ്യാത്ത ക്വസ്റ്റ്യൻസും മാർക്ക് റിവ്യൂ എടുത്ത ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യാം. പക്ഷെ ഇനി അങ്ങനെയുള്ള സാധ്യതയില്ല. ആ സാധ്യതകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, കണ്ടിന്യൂ ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? എത്ര സെക്കൻഡ്സ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കാം? എത്ര സെക്കൻഡുകൾ? മിനിറ്റ് പോലും ഇല്ല, സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കുക എക്സാക്ട്ലി 36 സെക്കൻഡ്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതായത് 15 മിനിറ്റ് എന്ന് വെച്ചാൽ 900 സെക്കൻഡ്സ് ആണ്. 900 സെക്കൻഡ്സ് ആണ്. എത്ര ക്വസ്റ്റ്യൻ നമുക്കുണ്ട്? 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എത്ര സെക്കൻഡ്സ് കിട്ടും? 36 സെക്കൻഡ്സ് പെർ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന് 36 സെക്കൻഡ് മാത്രമായിരിക്കും ലഭിക്കുക. ഒരു ക്വസ്റ്റ്യന് 36 സെക്കൻഡ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് നിങ്ങളൊന്ന് ആലോചിച്ച് 8 മുതൽ 10 സെക്കൻഡ്സ് വരെ ക്വസ്റ്റ്യൻ
വായിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചിലവാകും. ക്വസ്റ്റ്യൻ വായിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചിലവാകും. പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുക, അനലൈസ് ചെയ്യുക എന്ന മെത്തേഡ് നമുക്ക് പറ്റുമോ? ഇല്ല. അതെന്ന് എന്താ, മാത്സ് ആണ്. ഓരോ വാല്യൂസും എന്താ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി മതിയാവും. അപ്പോൾ 8 മുതൽ 10 സെക്കൻഡ് ആവറേജ് റീഡറിന് ചിലവാകും. ഇതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യമാണ്, നിങ്ങൾ റീഡിംഗ് കോംപ്രഹെൻഷൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഏതെങ്കിലും പത്രങ്ങളുടെ, ന്യൂസ് പേപ്പേഴ്സിന്റെ എഡിറ്റോറിയലിനെ ഡിപ്പെൻഡ് ചെയ്യുക. എഡിറ്റോറിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ നമ്മുടെ മുമ്പിലുണ്ട്, അതേപോലെ പല ന്യൂസ് പേപ്പേഴ്സിന്റെ ഇംഗ്ലീഷ് എഡിറ്റോറിയൽ ഉണ്ട്. ആ എഡിറ്റോറിയൽ എന്ത് ചെയ്യുക, എടുത്ത് വായിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കോംപ്രഹെൻഷന് മാത്രമല്ല ഇനിയുള്ള കാലഘട്ടങ്ങളിൽ യൂസ്ഫുൾ ആവുക. ഇതേപോലെ മാത്സിന്റെ പെർസെന്റേജിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെയും സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയൊക്കെ വലിയ ലെന്തി ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച ഐഡിയ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? അപ്പോ ആ എഡിറ്റോറിയൽ വായന വളരെ ഇമ്പോർട്ടന്റ് ആണ്. വായനാശീലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മാറി വന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ഇതിനെ അഡാപ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ 8 മുതൽ 10 സെക്കൻഡ്സ് വരെയാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാൻ ചെലവാക്കുക. ഒരു ആവറേജ് കണക്ക് മാത്രമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വായിച്ചു. സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ ഇനി മുതൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സ്കിപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡിൽ, ഈ 10 സെക്കൻഡ് കഴിഞ്ഞ് 1 സെക്കൻഡിനുള്ളിൽ ആ ഒരു ഡിസിഷൻ എടുത്തിരിക്കണം. പിന്നെ സമയം അതിന് കൊടുക്കരുത്. ഇതല്ല നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഏകദേശം എത്ര സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരിക? 22 മുതൽ 25 സെക്കൻഡ്സ് വരെ ആയിരിക്കും ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരിക. 22 മുതൽ 25 സെക്കൻഡ് വരെ. ക്ലിയർ ആണോ? 10 സെക്കൻഡ് നിങ്ങൾ വായിക്കാൻ എടുക്കുകയാണെങ്കിൽ 22 സെക്കൻഡ്സ് ആയിരിക്കണം നിങ്ങൾ ചെയ്യാൻ എടുക്കുക. 8 സെക്കൻഡ് നിങ്ങൾ വായിക്കാൻ എടുക്കുകയാണെങ്കിൽ 25 സെക്കൻഡ്സ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാൻ എടുക്കുക? സ്കിപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? പക്ഷെ ബാക്കി കുറച്ച് സമയം ബാക്കിയുണ്ടോ? കുറച്ച് സമയം ബാക്കിയുണ്ടോ? കുറച്ച് ഒരു 2-3 സെക്കൻഡ്സ് ബാക്കി നിൽക്കുകയാണല്ലോ. എത്തിയിട്ടില്ലല്ലോ. 10 + 22 എത്ര സെക്കൻഡാ? 32 സെക്കൻഡ്സ് ആയിട്ടുള്ളൂ. അതേപോലെ ഇവിടെയും കുറച്ച് സെക്കൻഡ്സ് ബാക്കി നീക്കി എത്ര സെക്കൻഡാ? 33 സെക്കൻഡ് ആവുന്നുള്ളൂ. ഏകദേശം ഇവിടെ ഒരു 4 സെക്കൻഡും ഇവിടെ ഒരു 3 സെക്കൻഡും ബാക്കിയുണ്ടല്ലോ. അതെന്തിനാ സ്കിപ്പ് ചെയ്യുന്നേ? നിങ്ങൾ ഒരു കർസർ മൂവ് ചെയ്ത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സെക്കൻഡ് പോകും? ഏകദേശം 2 മുതൽ 3-4 സെക്കൻഡ് വരെ എന്ത് ചെയ്യാൻ പോകും? ആ ഒരു കർസർ മൂവ് ചെയ്ത് ആ ഒരു ഓപ്ഷനിൽ കുത്താൻ വേണ്ടി പോകും. ക്ലിയർ ആണോ? എക്സിക്യൂഷന് എത്ര സെക്കൻഡ്സ് പോകും? 2 to 4 സെക്കൻഡ്സ് ഉറപ്പായിട്ട് പോകും. അല്ലാതെ നമ്മളുടെ മൈൻഡിൽ ആൻസർ വന്നു എന്ന് പറഞ്ഞ് സ്ക്രീനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിൽ ആൻസർ ആവുകയില്ലല്ലോ. ഇല്ല, നിങ്ങൾ തന്നെ എഫോർട്ട് ഇട്ട് എന്ത് ചെയ്യണം? ആ ഒരു കർസർ മൂവ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഓപ്ഷൻ ക്ലിക്ക് ആവുകയുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ 36 സെക്കൻഡിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് അണുവിട വ്യത്യാസം വരരുത്. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ ടൈമിനെ അറേഞ്ച് ചെയ്യുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഉണ്ട്. ആദ്യമേ ഡിസ്കസ് ചെയ്ത പോലെ ടൈം ടെസ്റ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി തീർന്നു. എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണ് ഈ ഒരു എക്സാമിന് വരിക. 60 മിനിറ്റ്സ്. നമ്മൾ മുമ്പേ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഇംഗ്ലീഷ് ജികെക്ക് ഒരു ആവറേജ് 5 to 6 മിനിറ്റ് മതിയായിരുന്നു. ഇംഗ്ലീഷും ഏകദേശം ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ നമ്മൾ എടുക്കും. റീസണിങ് അതേപോലെ തന്നെ 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ മാത്രമായിരിക്കും ബാക്കി എടുക്കുക. ബാക്കിയുള്ള ഏകദേശം 25 മുതൽ 30 മിനിറ്റ് വരുന്ന ടൈം നമ്മൾ എന്തിനു കൊടുക്കും? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് ചിലവാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതായിരുന്നു ഇതുവരെയുള്ള നിങ്ങളുടെ CGL എക്സാം അല്ലെങ്കിൽ ഏതൊരു എക്സാമിന്റെയും രീതി എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, 25 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്, 25 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എത്ര സമയമായിരുന്നു പഴയ പാറ്റേൺ അനുസരിച്ച് ലഭിക്കുക? 25 മുതൽ 30 മിനിറ്റ് വരെ ലഭിക്കുന്നതായിരുന്നു. പക്ഷെ ഇനി അതില്ല. ഇനി നിങ്ങൾക്ക് ആ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഇല്ല. 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ എല്ലാവർക്കും ഉള്ള പോലെ 15 മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോ ആ ഒരു ടൈം ഒരിടത്തുനിന്ന് സേവ് ചെയ്ത് മറ്റേ ഒരു സെക്ഷന് കൊണ്ട് കൊടുക്കുക എന്ന രീതി കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട.
ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോകരുത്. ഇപ്പോൾ എത്ര ടൈമാണുള്ളത്? 15 മിനിറ്റ് മാത്രമാണുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു 36 സെക്കൻഡിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്തിരിക്കണം. അപ്പോൾ ഇനി സമയം സേവ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കി സെക്ഷൻ കൊടുക്കുക എന്നുള്ള ആശയം നിങ്ങൾ കൊണ്ടിരിക്കരുത്. അത് കഴിഞ്ഞു, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഓക്കെ, ടിയർ 1 മാത്രമാണോ ഈ മാറ്റം വന്നത്? അല്ല, ടിയർ 2 ഇതേ മാറ്റം വന്നു. സെക്ഷൻ 1 നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും വരിക. 1 മണിക്കൂർ 60 മിനിറ്റ്സ് ആയിരുന്നു മുമ്പേ ടോട്ടലി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 2 ഡിവൈഡ് ചെയ്ത് 2 സെക്ഷനും 30 മിനിറ്റ് വീതം സമയമാണ് സ്പെൻഡ് ചെയ്യുക. ഇവിടെ പക്ഷേ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 60 സെക്കൻഡ്സ് വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 60 സെക്കൻഡ് വീതം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ലഭിക്കുന്നതാണ്. പക്ഷേ ടിയർ 2 എക്സാംസ് ആവുമ്പോൾ നമുക്ക് ടിയർ 1 അത്ര എളുപ്പമുള്ള അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു 50 മുതൽ 60 സെക്കൻഡ് നമ്മൾക്ക് വേണ്ടി വരും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എവിടെയാ? ടിയർ 1 ടിയർ 1 ക്ലിയർ ആയാൽ മാത്രമേ ടിയർ 2 നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റൂ. ടിയർ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്, സമയം വളരെ കുറവാണ്. അപ്പോൾ ടിയർ 1 ആയിരിക്കണം നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ 5 സെക്കൻഡ് 5 സെക്കൻഡ് ആദ്യത്തെ 5 സെക്കൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 5 സെക്കൻഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, വളരെ വലിയ ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഈ കാൽക്കുലേറ്റീവ് ആണ് എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അഭിമുഖീകരിച്ചു എന്നിരിക്കട്ടെ, ഫസ്റ്റ് കണ്ടു. അപ്പൊ നമ്മൾ എന്തായിരിക്കണം നമ്മളുടെ മൈൻഡിൽ ആദ്യം പോകുന്നത്? ആ നമ്പേഴ്സ് നോക്കുക. അതിനു മുമ്പേ ഈ ക്വസ്റ്റ്യൻ വലുതാണോ, വായിച്ച് നമ്മൾ ആ ഒരു ടൈം സ്പാൻ കൊണ്ട് തീരുമോ എന്ന് ആദ്യം വിലയിരുത്തുക. ഇതില്ല, അത് കഴിഞ്ഞ് ഓക്കെ വായിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് പെട്ടെന്ന് നോക്കുക. ഓപ്ഷനൂടെ നോക്കുക. ആ ഒരു ക്വസ്റ്റ്യനുള്ള നമ്പേഴ്സ് ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻസിൽ ഡെസിമൽസ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് അടുത്താണ് വരുന്നത് എന്ന് വെച്ചാൽ എന്താ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ 61, 62, 63 ഇങ്ങനെയൊക്കെ അടുത്തടുത്താണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക. ഇപ്പോഴും പറയുന്നു, ക്വസ്റ്റ്യനിലെ നമ്പേഴ്സ് കാൽക്കുലേറ്റീവ് ആണ്, നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ വരും എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കണ്ട മോഡലാണ്, പക്ഷെ കുറച്ച് ലെങ്തി ആണ്, കുറച്ചുകൂടെ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ എന്ത് ചെയ്യാം? മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ടല്ലോ, ഉണ്ട്. മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. എപ്പോഴും പറയുന്നു, ലെങ്തി ആണെങ്കിൽ, കാൽക്കുലേറ്റീവ് ആണെങ്കിൽ, നിങ്ങളുടെ ആ നമ്പേഴ്സ് ചെക്ക് ചെയ്ത് കാൽക്കുലേറ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ പാറ്റേൺ അനുസരിച്ചാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നിങ്ങൾ കാണാത്ത മോഡലാണെങ്കിൽ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക. ഇനി അടുത്ത നോക്കി, ഇതിലൊന്നും പെടാത്തൊരു സെക്ഷൻ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ഏതാണ് ആ ഒരു മോഡൽ എന്ന് വെച്ചാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരും. അതെന്ത് ചെയ്യുക? ആ ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ കണ്ടു, പാടാണ് അല്ലെങ്കിൽ മോഡറേറ്റ് ടു ഹാർഡ് ആണ്, സ്കിപ്പ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 2 കണ്ടു, ഇതേ രീതിയിൽ തന്നെ വരുന്നു, സ്കിപ്പ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 3 കണ്ടു, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കണ്ടിട്ട് എല്ലാ ക്വസ്റ്റ്യനും 25 ക്വസ്റ്റ്യനും കണ്ടിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നൊരു ഐഡിയയിൽ നിങ്ങൾ തോട്ട് പ്രോസസ്സിൽ ഇരിക്കരുത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അന്നേരം തന്നെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 25 ക്വസ്റ്റ്യൻസും കാണാൻ ശ്രമിക്കുക, 25 ക്വസ്റ്റ്യൻസും കാണാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റ് സെൻസിൽ എടുക്കണം. 25 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു, സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടു, തേർഡ് ക്വസ്റ്റ്യൻ കണ്ടു, എല്ലാം വായിച്ചു, എന്നിട്ട് ഒന്നേം ചെയ്യാം എന്ന ഐഡിയ നിങ്ങൾ എടുക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു, എളുപ്പമാണെങ്കിൽ ചെയ്യുക. നമ്മൾ ഈ ഒരു പറഞ്ഞ 36 സെക്കൻഡ്സിനുള്ളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴേ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, പാടാണ്, സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, പാടാണ്, സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? 25 ക്വസ്റ്റ്യനും കാണുക. ക്ലിയർ ആണോ? ഈ ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് അവിടെ ലഭിക്കുന്നതാണ്. അതാണ് 2 റൗണ്ട് അറ്റാക്ക്. അതായത് 2 റൗണ്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ റൗണ്ട് നിങ്ങൾ പോയി ഏകദേശം ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ 8 മുതൽ 10 മിനിറ്റ് ടൈം കൊണ്ട് എന്ത് ക്വസ്റ്റ്യൻ ചെയ്തു? 14 മുതൽ 17 ക്വസ്റ്റ്യൻ ശരിയാക്കി.
ഈ പറയുന്നത് ഇമ്മീഡിയറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? 8 മുതൽ 10 മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ നിങ്ങൾ ഫിനിഷ് ചെയ്തു. ഒന്ന് ആലോചിച്ചേ. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു, സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടു, തേർഡ് ക്വസ്റ്റ്യൻ കണ്ടു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ കുറച്ച് പാടാണ്. പക്ഷെ എന്താ, നിങ്ങൾക്ക് ചെയ്ത് പരിചയമുണ്ട്. ക്ലിയർ ആണോ? പാടാണെന്ന് മനസ്സിലായി, പക്ഷെ ചെയ്ത് പരിചയമുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്തു. ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലവായിരിക്കട്ടെ. ആ മൊമെന്റിൽ നിങ്ങൾ ടെൻഷൻ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ 15 മിനിറ്റ് ഉള്ളതിൽ 3 മിനിറ്റ് എന്ത് ചെയ്തു? ഈ ഒറ്റ ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾ ചിലവാക്കി. നിങ്ങളുടെ മനസ്സിന് ബ്രെയിൻ എന്ത് ചെയ്യും? ടെൻഷൻ ആവും. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യും. ആ ഒരു ഈസിനെസ് നിങ്ങൾക്ക് അങ്ങ് പോകും. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? എപ്പോഴും എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ? പെട്ടെന്ന് ചെയ്യണം. ആ ടൈം അടുത്ത ക്വസ്റ്റ്യൻ മാനേജ് ചെയ്യണം. ആക്യുറസി മിസ് ആവും. നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? എറർ വരുത്താൻ അല്ലെങ്കിൽ തെറ്റ് വരുത്താനുള്ള സാധ്യത കൂടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. പാടാണ് എങ്കിൽ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക, മാർക്ക് റിവ്യൂ എടുക്കുക. അടുത്ത അവസരം വരും. പിന്നെന്താ? 4ാമത്തെ ക്വസ്റ്റ്യൻ കയറുക. ഈസി ആണെങ്കിൽ ചെയ്യുക, ഹാർഡാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, മോഡറേറ്റ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഈ രീതിയിലായിരിക്കണം 8 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ 14 മുതൽ 17 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇപ്പൊ ആലോചിച്ച് 28 മുതൽ 34 മാർക്ക് വരെ, 28 മുതൽ 34 മാർക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായി. പിന്നെ നിങ്ങളുടെ തോട്ട് പ്രോസസ് ഒന്ന് ആലോചിച്ച്. ഓക്കെ, ഞാനൊന്നും സെറ്റായി, ഒരു ആവറേജ് മാർക്ക് എനിക്ക് കിട്ടി. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മുകളിലാണ് ഞാൻ ബിൽഡ് ചെയ്യേണ്ടത്. അതിനാണ് എന്ത്? ബാക്കിയുള്ള 5 മുതൽ 7 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. റൗണ്ട് 2 ഒന്നുകൂടെ തിരിച്ചു വരിക. 25 ക്വസ്റ്റ്യനും കണ്ടതിന് ശേഷം, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം ഒന്നുകൂടെ തിരിച്ചു വരിക. നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പാതി ചെയ്തു. സ്റ്റെപ്പ് 1 ചെയ്തു, സ്റ്റെപ്പ് 2 ചെയ്തു, സ്റ്റെപ്പ് 3 ചെയ്തു. അപ്പോഴത്തേക്കാണ് നിങ്ങൾ മനസ്സിലായത് എന്താ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരു 5-6 സ്റ്റെപ്പ് കൂടെ പോകേണ്ടി വരും. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നിങ്ങൾ ആ റഫ് വർക്കിന്റെ ഈ ഒരു ഏരിയ അങ്ങ് മാറ്റി വെക്കുക. എന്ന് വെച്ചാൽ ഈ 6 സ്റ്റെപ്പും കൂടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു ഏരിയ അങ്ങ് മാറ്റി വെച്ചിട്ടുള്ള നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് 25 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട് ഈസിയുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്താ നിങ്ങൾക്ക് പറ്റുന്നത്? നിങ്ങൾ ആ ഒരു റഫ് ഷീറ്റിൽ എക്സാം എഴുതിയവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് കറക്റ്റ് ആയിട്ട് കണക്ട് ആവും. എക്സാം എഴുതിയ ആ ഒരു റഫ് ഷീറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പകുതി ചെയ്തു വെച്ച ക്വസ്റ്റ്യൻസ് എവിടാണെന്ന് പോലും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. മറിച്ച് ഈ ഒരു സ്പേസ് ഇങ്ങനെ വേക്കന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്തു തുടങ്ങിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് തുടക്കം മുതലേ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അത്രയും സമയം അഡീഷണൽ എടുക്കും. ഇത്രയും ചെയ്യാൻ നിങ്ങൾ 22 സെക്കൻഡ് എടുത്തെങ്കിൽ ഈ 22 സെക്കൻഡ് ഒന്നേ നിങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ പാതി ചെയ്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ല, ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തുക. ആ ഒരു ഏരിയ അങ്ങ് വേക്കന്റ് ആക്കി വെച്ചിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. അത്രേ ഉള്ളൂ. അങ്ങനെ ബാക്കിയുള്ള 5 മുതൽ 7 വരെയുള്ള മിനിറ്റിൽ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുത്. 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാതെ എടുത്തതല്ലേ, അത് കുറച്ച് മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ അത് ചെയ്യുക. 4ാമത്തെ മോഡറേറ്റ് ആണെങ്കിൽ ചെയ്യുക. 5ാമത്തെ ഹാർഡ് ക്വസ്റ്റ്യൻ ആണ് സ്കിപ്പ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെയും എന്താ, ഒരു 4 മുതൽ 5 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് പിന്നെയും സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നോക്കി എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഏകദേശം 18 മുതൽ 22-23 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ഒരു മാർക്ക് മതി ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഓക്കെ ആവാൻ. കാരണം 25-30 മിനിറ്റിലാണ് 25 ക്വസ്റ്റ്യൻ മുമ്പ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ആർക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അപ്രോച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 18 മുതൽ 23 അറ്റംപ്റ്റ് വരെ മതി. മുമ്പേ ഉള്ളതുപോലെ 23-25 അറ്റംപ്റ്റ് വരെ പോകേണ്ട ആവശ്യമില്ലേ. പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ കട്ടിയായിരിക്കും. എല്ലാവരും ഈ ഒരു ആവറേജ് അല്ലെങ്കിൽ ഇതിൽ താഴെ ആയിരിക്കും നിൽക്കുക. ഇങ്ങനെ സ്മാർട്ടായിട്ട് നിങ്ങൾ ഒരു അപ്രോച്ച് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എക്സൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രം എന്ത് ചെയ്യുക, ഇനി അപ്രോച്ച് ചെയ്യുക. ഇനി അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ടെക്നിക്കാണ് എലിമിനേഷൻ ടെക്നിക്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എലിമിനേഷൻ ടെക്നിക്. എന്ന് വെച്ചാൽ എന്താ, സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക. അതേപോലെ തന്നെ
എന്ത് ചെയ്യുക, പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഇനി നോക്കി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്തു എങ്കിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു, എങ്ങനെ സ്കിപ്പ് ചെയ്യണം എന്ന് മാർക്ക് ഓർമ്മ കൊടുക്കണം നിങ്ങൾ പഠിച്ചു. ഇനി ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് മനസ്സിലാകണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഓൾജിബ്രയുടെയോ അല്ലെങ്കിൽ ട്രിഗണോമെട്രിയുടെയോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു, ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ. നിങ്ങൾ ആ ഒരു ഓൾജിബ്രയിൽ നിങ്ങൾ ചെയ്തു വന്ന പ്രാക്ടീസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എന്താ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 0, 1, 2, 3 എന്ന് പറയുന്ന ചെറിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 60-65% ക്വസ്റ്റ്യൻസിനും ആൻസർ നിങ്ങൾക്ക് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ് ഫോളോ ചെയ്താൽ. അല്ലെങ്കിൽ നോക്കി, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ, അതിന്റെ ആൻസർ വരുന്നത് 8, 3, 5, 6 into 23 എന്നാണ് ഫൈനൽ ആൻസർ വരുന്നതിരിക്കട്ടെ. ഈ രീതിയിലാണ് എന്ത് ഫൈനൽ ആൻസർ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കാം. ഈ ഒരു രീതിയിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ നോക്കി, ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ് വരിക? നോക്കി, ഓപ്ഷൻസ് കൂടെ ഞാൻ തരാം. ഓപ്ഷൻ എ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 2 ആണ്. ഓപ്ഷൻ ബി യൂണിറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ അവസാന അക്കം വരുന്നത് 3 ആണ്. ഓപ്ഷൻ സി യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 5 ആണ്. ഓപ്ഷൻ ഡി യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 8 ആണ്. ഈ യൂണിറ്റ് ഡിജിറ്റ്സ് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോഴേ ആ ഓപ്ഷനോട് അനലൈസ് ചെയ്ത് പോവുക എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. യൂണിറ്റ് ഡിജിറ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തി. ഇവിടെ നിങ്ങൾക്ക് നോക്കിയത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര സമയം നിങ്ങൾ എടുക്കേണ്ടി വരും? അപ്പോൾ ആ സമയം നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നത്. നോക്കി, 6 into 3 എന്താ 18 അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ യൂണിറ്റ് ഡിജിറ്റ് അവസാനമായിട്ട് എന്ത് വരും? 8 വരും. അപ്പൊ നിങ്ങൾക്ക് ഈ ലോങ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായി എത്രയോ നമ്പറിന്റെ അവസാനം എന്താണ് ഈ ആൻസർ വരുന്നത്? 8 ആണ് വരുന്നത്. എത്ര ഓപ്ഷൻ ഉണ്ട് അവിടെ? ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതാണ് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു മെത്തേഡാണ് ബാങ്കിലെ ആസ്പിറൻസ് കുട്ടികൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് അപ്രോക്സിമേഷൻ. ഏകദേശം അല്ലെങ്കിൽ ഊഹിക്കുക, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഊഹിക്കുക. അതും ഓപ്ഷൻ വെച്ച് തന്നെയാണ് പോകുന്നത്. ഓപ്ഷൻ 80, 50, 60, 30. നിങ്ങൾ ചെയ്തു വന്ന ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ആൻസർ വരാൻ സാധ്യതയുള്ളത് ഒരു 48 അല്ലെങ്കിൽ ഒരു 55 ഇടയിലാണ്. 48-നും 55-നും ഇടയിലാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കി, ഇതിനിടയിൽ വരുന്ന ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്? 50 മാത്രമല്ലേ ഉള്ളൂ. ആൻസർ ആയില്ലേ? ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത ഒരു മെത്തേഡിലേക്ക് എത്തി നിങ്ങൾ അവസാനത്തെ 2-3 സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞു തന്നത്. അപ്രോക്സിമേഷൻ എടുക്കുക, എസ്റ്റിമേറ്റ് ചെയ്യുക, ഏകദേശം ഒരു വാല്യൂ കാണുക. നമ്മുടെ ഓപ്ഷൻ അടുത്തടുത്തുള്ള ഓപ്ഷൻസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പോകാവുന്നതാണ്. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കി, ഈ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ഒരു അനിവാര്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ എന്താ, ഓൾറെഡി നമ്മൾ ബാങ്കിങ് ആസ്പിറൻസ് കുട്ടികൾക്കായിരുന്നു ഇത് പറഞ്ഞിരുന്നത്. നിങ്ങൾ സ്പീഡ് ഇംപ്രൂവ് ചെയ്യണം, നിരന്തരം നിങ്ങളുടെ ബ്രെയിൻ വർക്ക്ഔട്ട് ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 30 വരെയുള്ളത്, സ്ക്വയേഴ്സ് 30 വരെയുള്ളത്, ക്യൂബ്സ് 25 വരെയുള്ളത്, ഇത്രയും മിനിമം നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ ബാങ്കിങ് സ്റ്റുഡൻസിന്റെ അടുത്താണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുക. കാരണം എന്ന് വെച്ചാൽ എന്താ, അവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യണം. ഓൾറെഡി അവർക്ക് സെക്ഷണൽ ടൈമർ ഉള്ള എക്സാം ആണ് അവർക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ CGL വന്ന സ്ഥിതിക്ക് ഇപ്പോ നമ്മളും ഇത് കർക്കശമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇത്രയും മിനിമം നിങ്ങൾ അറിയുക. മിനിമം ആണേ പറഞ്ഞത് ഇത്രയും മിനിമം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഏറ്റവും മിനിമം നിങ്ങൾക്ക് ഇത്രയും അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? എന്നിട്ട് എന്ത് ചെയ്യുക? ഡെയിലി എന്ത് ചെയ്യുക? ഡെയിലി നിങ്ങൾ മാത്സിന്റെ കാൽക്കുലേഷൻ ട്രിക്സ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണത്, മാത്സിന്റെ കാൽക്കുലേഷൻ ട്രിക്സ്. നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നിരിക്കട്ടെ, എന്താ പറയുന്നത്, നമ്പേഴ്സ് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കടന്നു പോകുമല്ലോ. വണ്ടികളുടെ നമ്പർ ആവാം,
ഏതെങ്കിലും ഫ്ലെക്സ് ബോർഡിൽ ഫോൺ നമ്പേഴ്സ് ആകാം. ആ നമ്പേഴ്സ് നിങ്ങളുടെ മൈൻഡിൽ ഓടിക്കുക. ആ ഓരോ ഡിജിറ്റ്സിനെ എടുത്ത് ആഡ് ചെയ്ത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ബ്രെയിനിനെ എപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ രീതിയിൽ മാത്രമേ ഈ ഒരു മാറി വന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് മെത്തേഡ്സും പഠിച്ചു നോക്കുക. ഡിജിറ്റൽ സമ്മിന്റെയും ഡിവിസിബിലിറ്റി റൂളിന്റെയും 11ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ്, 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ്, 7, 13 ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ്, ഇതിന്റെ എല്ലാം മെത്തേഡ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെത്തേഡ്സ് ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അതേപോലെ തന്നെ ഫ്രാക്ഷൻ ടു പെർസെന്റേജും പെർസെന്റേജ് ടു ഫ്രാക്ഷനും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്ന് വെച്ചാൽ എന്താ നോക്കി, 1/5 എന്ന് വെച്ചാൽ എന്താണ് വരുന്നത്? 1/5 എന്ന് വെച്ചാൽ എന്ത് വരും? 20% ആണ്. 2/5 എന്ന് വെച്ചാൽ എന്താ? നേരെ ഇരട്ടി. ഈ 1/5നെ 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എന്ത് കിട്ടും? 40%. ഇനി 3/5 എന്താ? 1/5 നമുക്ക് അറിയാമെങ്കിൽ 3/5 എന്താ? ഇൻറ്റു 3 അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? ഇൻറ്റു 3 ചെയ്യുക. അപ്പൊ എന്താ? 20 × 3 60%. 60% വരും. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻ ടു പെർസെന്റേജും പെർസെന്റേജ് ടു ഫ്രാക്ഷനും അറിഞ്ഞിരിക്കാം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം. 1/11 എന്ന് വെച്ചാൽ എന്താ? 1/11 എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ 1/9 എന്ന് വെച്ചാൽ എന്താ? 11.11% അല്ലേ? അപ്പൊ 2/9 എന്താ? ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടും? 22.22%. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. പെർസെന്റേജ് കൺവേർഷനും ഇങ്ങനെയുള്ള ട്രിക്കുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം കുറയ്ക്കാനുള്ള സാഹചര്യത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഫ്രിക്ഷണൽ മോക്സ് കൂടുതൽ സമയം കൊടുക്കുക. മുമ്പെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഫുൾ മോക്ക് ആയിരിക്കും നമ്മൾ കൂടുതൽ കൊടുക്കുക. 60 മിനിറ്റ് ഉണ്ട്. മറ്റു സെക്ഷന്റെ ടൈം ഡെപ്റ്റ് വഴി ആ സമയം നമുക്ക് ലാഭിച്ചുകൊണ്ട് മാക്സിമം കൊടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് നിങ്ങൾ മാക്സിമം 2 മുതൽ 4 സെക്ഷണൽ മോക്ക് വരെ ഒരു ദിവസം ചെയ്യുക. ക്ലിയർ ആണോ? സെക്ഷണൽ മോക്ക്, മാത്സിന്റെ സെക്ഷണൽ മോക്ക് 2 മുതൽ 4 വരെ ഒരു ദിവസം തന്നെ ചെയ്യുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്യുക. നിങ്ങളിപ്പോ സെക്ഷണൽ മോക്ക് നിങ്ങൾ സ്ക്രീനിൽ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുകയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് വാച്ച് സൈഡിൽ വെച്ചിരിക്കുക. സ്റ്റോപ്പ് വാച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ അന്ന് ഓഫ് ചെയ്യുക, ബുക്ക് മടക്കുക. എത്ര ക്വസ്റ്റ്യൻ ചെയ്തു അത് മതി. ഇങ്ങനെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ. അതേപോലെ തന്നെ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ഈ ഒരു സെക്ഷൻ ചെയ്ത് തീർക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ മാറുക. ആദ്യം 25 ക്വസ്റ്റ്യൻ കാണുക, ഈസി ഉള്ളത് ചെയ്യുക, തിരിച്ചു വരിക, ബാക്കി 5-6 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തു പോവുക. ഇതിലേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഈഗോ ഒരിക്കലും എക്സാമിന് അല്ലെങ്കിൽ എക്സാം ഹോളിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഇരിക്കരുത്. നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്ന ആ മൊമെന്റിൽ തന്നെ അതെടുത്ത് ആ എക്സാം ഹോളിന്റെ വെളിയിലേക്ക് വെക്കുക. കാരണം ഫോർ എക്സാമ്പിൾ ഒരു പെർസെന്റേജിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സക്സസീവ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നു. നിങ്ങൾക്ക് ആ പോപ്പുലേഷന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ അറിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മോഡൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അല്ലാതെ ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ കൊണ്ടുവെങ്കിൽ, അത്രയും നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു എക്സാമ്പിൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു പെർസെന്റേജിന്റെ പോപ്പുലേഷന്റെ ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾ ആദ്യം എന്താ അറിയാം? ഇത് ഞാൻ ചെയ്യുന്നതല്ലേ, എളുപ്പമല്ലേ, പെട്ടെന്ന് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു തോട്ട് പ്രോസസ് നിങ്ങളുടെ മൈൻഡിൽ ഇവോൾവ് ആവുകയാണ് ചെയ്യുന്നത്. എനിക്കിത് ചെയ്തേ പറ്റൂ, ഞാനിത് എപ്പോഴും ചെയ്യുന്ന മോഡലാണ്, എനിക്ക് ചെയ്തേ പറ്റൂ. നിങ്ങളപ്പോ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് നോക്കില്ല, അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് നോക്കില്ല, അതിന്റെ ഓപ്ഷൻസ് നോക്കില്ല, കാൽക്കുലേറ്റീവ് ആണോ ലെന്തി ആണോ എന്നൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യില്ല. നിങ്ങൾ എന്ത് ചെയ്യും? മറ്റേ ആ മൊമെന്റ് തന്നെ ഡിസിഷൻ എടുത്തിരിക്കും, ഞാനത് ചെയ്തേ അപ്പുറത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. അതൊരു ട്രാപ്പാണ്. നിങ്ങൾ അതിൽ വീണ് പോകരുത്. എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കോ അറിയാത്ത ടോപ്പിക്കോ ഏത് ടോപ്പിക്കായാലും എന്ത് ചെയ്യുക? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് കാൽക്കുലേറ്റീവ് അല്ല, അല്ലെങ്കിൽ സമയമെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു എന്താ പറയുന്നത്, ആ ഒരു നിരീക്ഷണം നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോകും. നമ്മൾ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണത്. നമ്മൾ ഏറ്റവും കോൺഫിഡന്റ് ഉള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും ബാക്ക് ഫെയർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? നമ്മൾ അടുത്ത് നിൽക്കുന്നവരുടെ കാര്യം മാത്രം ഒന്ന് ആലോചിച്ചേ. ഏറ്റവും നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളാണ്, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുക. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ ഒരു പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ അത് ചെയ്തു തുടങ്ങി,
നിങ്ങൾക്കത് തീർക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ ഒരു എക്സാം മുഴുവൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താ അത്രയ്ക്കും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക്കാണത്. ആ ഒരു എക്സാം മുഴുവൻ നിങ്ങൾക്ക് അതിന്റെ പ്രശ്നം നിങ്ങളെ പിന്തുടരും. അപ്പോൾ അതിന് അവസരം ഉണ്ടാക്കാതിരിക്കുക, സ്മാർട്ടായിട്ട് മാത്രം ചിന്തിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സെക്ഷൻ ടൈമർ വന്നു. 22-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടാവുക. എല്ലാവരും അതിനു മുമ്പ് അപ്ലൈ ചെയ്യുക. ഈ വർഷത്തെ 2026-ലെ CGL തന്നെ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഈ ഒരു അവസരം പുതിയതായിട്ട് വന്നവർക്കും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. പുതിയതായിട്ട് വന്നവർക്ക് ഒന്നും അറിയാതെ ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവുകയാണ്, അഡാപ്റ്റ് ചെയ്യുകയാണ്. പഴയതായിട്ട് വന്നവരുടെ മെന്റാലിറ്റി, ഏകദേശം ഒരാൾക്കാരുടെ മെന്റാലിറ്റി ഞാൻ പറയാം. ഇത്രയും നാളെ ഞങ്ങൾ പഠിച്ചു, ഈ രീതിയിൽ കടന്നു വന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയുള്ളത് അങ്ങോട്ട് ഈ രീതിയിലല്ല. നിങ്ങൾ മെന്റലി ബ്രേക്ക് ഡൗൺ ആകാൻ സാധ്യതയുള്ള മൊമെന്റ് ആണത്, ഒരു പോയിന്റ് ആണ്, പക്ഷെ ആകരുത്. എന്നുവെച്ചാൽ എന്താ, ഒരു പുതിയതായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉള്ളത്, നിങ്ങൾക്ക് ഓൾറെഡി ടോപ്പിക് അറിയാം, എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോ പുതിയതായിട്ട് വരുന്നവരെക്കാട്ടിൽ എന്താ ഒരു പടി മുകളിലാണ് നിങ്ങൾ. ആ ഒരു സാഹചര്യം, ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. പുറകോട്ട് പോകരുത്, മുന്നോട്ട് വരിക. അതേപോലെ തന്നെയാണ് പുതിയതായിട്ട് വരുന്നവർക്കും പറയാൻ പോകുന്നത്. ഒരു മാറ്റം വരുന്ന ആ ഒരു എക്സാംസ് കട്ട് ഓഫ് കുറവായിരിക്കും. എല്ലാവർക്കും ഒരേപോലെയാണ് ഈ മാറ്റം വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി നിൽക്കുന്നവർക്കും നിങ്ങൾക്കും എന്താ ഒരേപോലെയാണ് ഈ മാറ്റം വരുന്നത്. അത് മനസ്സിലാക്കി മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ എക്സാമിനെ സമീപിക്കുക. എല്ലാവരും എക്സാം അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും സമയമില്ല. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പഠിച്ചു തുടങ്ങുക. അതേപോലെ ഒരു കാര്യം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു CGL എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു അക്കാഡമിയുടെ സഹായം തേടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അങ്ങനെയുള്ള ഒരു അക്കാഡമിയാണ് നമ്മുടെ ദിശ അക്കാഡമി. ഇവിടുത്തെ ഓഫ്ലൈൻ സ്ട്രക്ചർ ഞാനൊന്ന് പറഞ്ഞുതരാം. ഏകദേശം രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഫാക്കൽറ്റി സെഷൻസ് ആണ്. എന്ന് വെച്ചാൽ GK, ഇംഗ്ലീഷ്, മാത്സ്, റീസണിംഗ് ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിപ്പിക്കാം. പിന്നെ 1:40 മുതൽ 4:15, 4:30 വരെ, 4:15, 4:30 വരെയുള്ള ആ ഒരു സമയം മെന്ററിംഗ് സെഷൻ ആണ്. ക്ലാസ് വർക്ക് മെറ്റീരിയലും ഡെയിലി മെറ്റീരിയലും എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ മെന്റർ, ഒരു ക്ലാസ്സിന് ഒരു മെന്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും, മെറ്റീരിയൽ സോൾവ് ചെയ്യും, മെറ്റീരിയൽ ഓരോ ഡൗട്ട് നിങ്ങൾക്ക് പേഴ്സണലി ക്ലിയർ ചെയ്തു തരും. ഇങ്ങനെയാണ് ആദ്യത്തെ 6 മാസം നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഫൗണ്ടേഷൻ സെറ്റായി ഏകദേശം ഒരു 80 to 85% നിങ്ങൾ റെഡി ആയി. പക്ഷെ നിങ്ങളെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു 100%ലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ ചെയ്യുക. ഒരു ഫോക്കസ് ബാച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 3 മാസത്തേക്കാണ്. 75 ഡേ മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. സെപ്പറേറ്റ് മെന്റർഷിപ്പും ആ ഒരു ബാച്ചിന് പോലും, അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് ബാച്ചിന് പോലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക, മെറ്റീരിയൽ തരിക, നിങ്ങൾ നോക്കുക എന്നതല്ല. മെന്ററിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയുള്ള ആദ്യത്തെ 6 മാസം കഴിഞ്ഞ് പിന്നെയുള്ള 3 മാസമാണ് ഇത് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ഒരു സെക്ഷണൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അതിൽ 100 to 110 നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് ഫിക്സ് ചെയ്യും. അതിന് മുകളിൽ വരുന്നവരാണ് എങ്കിൽ നിങ്ങളെ അടുത്തൊരു CGL ഫോക്കസോ NTPC ഫോക്കസോ അല്ലെങ്കിൽ ഏത് എക്സാം ആണോ ആ ടൈമിൽ ഉണ്ടായിരുന്നത് ആ ഒരു ഫോക്കസ് ബാച്ചിലേക്ക്, നിങ്ങൾ നോക്കുന്ന ഏത് എക്സാം ആണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു എക്സാമിലേക്ക്, ആ ഒരു ഫോക്കസ് ബാച്ചിലേക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പോകുന്നത്, അല്ലെങ്കിൽ അക്കാഡമിക്സ് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക. അതിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ദിശ അക്കാഡമി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങുക, നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്താ, ഓൾ ദി വെരി ബെസ്റ്റ്.